ഏറ്റവും പ്രധാനമായിട്ടൊരു വനിത വേണമെന്നാണ് നമ്മൾ മുമ്പോട്ട് വച്ചിരിക്കുന്നത്. പുരുഷ കമ്മീഷനിൽ ഒരു പ്രധാന മെമ്പറായി വനിത വേണം. കാരണം നാളെ വ്യാജ പരാതി എന്നൊരാണ് ഉന്നയിക്കരുത്. അതായത് ഒരു പുരുഷൻ അവന് നേരെ വരുന്ന യഥാർത്ഥ കംപ്ലൈൻറ്റുകൾ വ്യാജ പരാതി എന്ന ഡിഫൻസിൽ രക്ഷപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഇതിലൊരു സ്ത്രീ മസ്റ്റായിട്ട് വേണം. പുരുഷൻ തനിക്കെതിരെ വ്യാജ പരാതിയാണ് പറയുന്നത് എന്ന ആരോപണം മുമ്പോട്ട് വെക്കുമ്പോൾ ആ സ്ത്രീയുടെ നിലപാടും വോട്ടിങ്ങുമാണ് അതിൽ പ്രധാനമായി വരുന്നത്. കാര്യം അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങളൊന്നും വീട്ടിൽ സ്ത്രീകളില്ലാത്ത അമ്മയും പെങ്ങളും ഇല്ലാത്തവരൊന്നും അല്ല. നമുക്കും അതിൻ്റെ റിയലിസ്റ്റിക് പ്രശ്നം അറിയാം. നമുക്ക് ഒരുപാട് സ്ത്രീകൾ ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ആ സ്ത്രീയുടെ സാന്നിധ്യം ഈ പുരുഷ കമ്മീഷനിൽ വളരെ പ്രധാനമാണ്. പുരുഷന്മാർ അത്തരം ഫോൾസ് അലിഗേഷൻ ആണെന്ന് പറയുന്നതിനെ വെരിഫൈ ചെയ്യാനോ വാലിഡേറ്റ് ചെയ്യാനോ ഈ സ്ത്രീയുടെയോ അല്ലെങ്കിൽ കൂടുതൽ ഉള്ള പേരുടെ ഒരു നിഗമനം അതിൽ വളരെ ആവശ്യമാണ്. പിന്നെ ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയാണ് അതിലെ അതാണ് അദ്ദേഹത്തിൻ്റെ സജഷൻ, റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി. പക്ഷേ ആ ഹൈക്കോടതി ജഡ്ജി ഇന്നലെ പറഞ്ഞതുപോലെ ഷാരനെ അപമാനിക്കുന്നവരാകരുത്. നിങ്ങൾ ആരെങ്കിലും അത് കേട്ടോന്നറിയില്ല, കേട്ടാൽ എനിക്കറിയില്ല, നിങ്ങൾക്കത് മനസ്സിൽ കൊള്ളുന്ന ഒരാളാണ്. 11 ദിവസം വെള്ളം കുടിക്കാതെ ഒരാൾ മരിക്കുകയാണ്. അതായത് അവസാനം വരെ ഗ്രീഷ്മയെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഗ്രീഷ്മയുടെ പേര് പറയാതെ മരിച്ച യഥാർത്ഥത്തിൽ ഷാരനാണ് വേട്ടക്കാരനെന്നും ഗ്രീഷ്മയാണ് ഇരാന്നും ഉള്ള ധ്വനിയിൽ അങ്ങനെ പറയാൻ കഴിയുന്നതൊക്കെ എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നത്? അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നാളെ എനിക്ക് തിരിച്ചിതേപോലെ ഷാരൻ അന്തസ്സോടുകൂടി കഷായം കലക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ ഒരു ഒറ്റ പരാമർശത്തിൻ്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യില്ലേ? കമൽപാൽ സാർ വലിയ മനുഷ്യനാണ്, സംശയമൊന്നുമില്ല, യാതൊരു സംശയവുമില്ല. കേരളം കണ്ട ഏറ്റവും വലിയ ജഡ്ജിയാണ്. അദ്ദേഹം ഈ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞായിരിക്കും. തിരിച്ചു പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് ആലോചിച്ചാൽ. അതുകൊണ്ട് സാർ ചോദിച്ചതിൻ്റെ ചോദ്യത്തിൻ്റെ ഫലമായിട്ട് 100% അതിലൊരു വനിത വേണം. ആ വനിതയുടെ നിലപാട് വളരെ പ്രധാനവുമാവണം. ഇല്ല, ഒരിക്കലുമല്ല. അവിടെയാണ് വനിത. അപ്പം മനുഷ്യാവകാശ കമ്മീഷന് ബദലാണോ വനിതാ കമ്മീഷൻ? അല്ല. മനുഷ്യാവകാശം ഒരു സ്ത്രീക്ക് ലംഘിക്കപ്പെട്ടാൽ മനുഷ്യാവകാശ കമ്മീഷനിലും പോകാം, വനിതാ കമ്മീഷനിലും പോകാം. ഒരു പെൺകുട്ടി, ഒരു യുവജനത്തിലെ പെൺകുട്ടി എന്നിരിക്കട്ടെ, ഒരു 30 വയസ്സുള്ള പെൺകുട്ടി എന്നിരിക്കട്ടെ, യുവജന കമ്മീഷൻ്റെ ഏജ് ലിമിറ്റ് 18 മുതൽ 40 വരെയാണ്. 30 വയസ്സുള്ള പെൺകുട്ടിക്ക് യുവജന കമ്മീഷനിൽ പോകാം, വനിതാ കമ്മീഷനിൽ പോകാം, മനുഷ്യാവകാശ കമ്മീഷനിലും പോകാം, കോടതിയിലും വേണമെങ്കിൽ പോകാം. മോർ ആൻഡ് മോർ അങ്ങനെ അവന്യൂസ് ഉണ്ടാകുന്നത് കുറേ കൂടെ മെച്ചമല്ലേ? അതുമാത്രമാണ് അതിൻ്റെ താല്പര്യം. അതുകൊണ്ട് ഒരിക്കലും ഇത് വനിതാ കമ്മീഷനെതിരല്ല. ഇപ്പം ഞാൻ ബഹുമാനപുരുഷന് പറയണമെന്ന് വിചാരിച്ചാൽ എൻ്റെ കേസ് ഹണി റോസ് എനിക്കെതിരെ കേസ് കൊടുത്തത് വരികയും അത് പോലീസ് അതിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്ത് റിപ്പോർട്ട് കൊടുത്ത കാര്യം നിങ്ങൾ കേട്ടു. പക്ഷേ വനിതാ കമ്മീഷൻ എനിക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയാണ്, യുവജന കമ്മീഷൻ എനിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. എന്ത് ബേസിലാണ്? എന്നോടൊരു മറുപടി പോലും ചോദിച്ചില്ല. യുവജന കമ്മീഷൻ അടക്കം രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ് DGPക്ക് കേസും മറ്റും റെഫർ ചെയ്യുമ്പോൾ എൻ്റെ മറുപടി ചോദിക്കണ്ടേ? അതാണ് ആ നാട്ടിലെ പ്രശ്നം. കാര്യം അങ്ങനെ മറുപടി ചോദിച്ചാൽ പഞ്ചില്ല, ഒരു ഗുമ്മില്ല. പക്ഷേ കേസെടുക്കണമെന്ന് പറഞ്ഞാലേ ഒരു ഗുമ്മുള്ളൂ. പത്രക്കാരന് വേണ്ടി വന്നിട്ട് അങ്ങനെ കേസെടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് തീർച്ചയായിട്ടും യുവജന കമ്മീഷന് ഏറ്റവും ബഹുമാനമുണ്ട്. കാര്യം ഞാൻ യുവജന കമ്മീഷനിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ്. കേരളത്തിൽ യുവജന കമ്മീഷൻ തുടങ്ങിയപ്പോൾ യുവജന കമ്മീഷൻ്റെ യൂത്ത് ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്ന കാര്യം കൺസീവ് ചെയ്തത് ഞാനാണ്. ഇപ്പോഴും യൂത്ത് ഡിഫൻസ് ഫോഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഹെഡായിരുന്നു. യൂത്ത് ഡിഫൻസ് ഫോഴ്സിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ കുറച്ചൊക്കെ പരിചയമുള്ളതുകൊണ്ട് എനിക്കത് ബഹുമാനത്തോടെ ഞാനതിനെ നേരിടാൻ ഒരുങ്ങി. യുവജന കമ്മീഷൻ കേസെടുക്കണമെന്ന് പറയുന്നു, വനിതാ കമ്മീഷൻ കേസെടുക്കണമെന്ന് പറയുന്നു. എനിക്ക് പോകാനൊരു സ്ഥലമില്ല എന്നുള്ളതാണ് തിരിച്ചറിവ്.